അത്യാവശ്യം നല്ല രീതിയിൽ ചെളി പിടിച്ചിരിക്കുന്ന ഒരു ടയറാണല്ലേ. നമ്മുടെ വാഹനം എത്ര വൃത്തിയായിട്ട് കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടയർ ക്ലീൻ അല്ലെങ്കിൽ ടയറിന് ആ ഒരു കറുപ്പ് നിറം ഇല്ലെങ്കിൽ വണ്ടി ഒന്നിനും കൊള്ളാത്ത ഒരു ലുക്കായി പോകും. അതുകൊണ്ട് തന്നെ ടയർ നീറ്റ് ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ പൈസ മുടക്കി ടയർ പോളിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോളുക. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഈ വീഡിയോയുടെ കൂടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പേരും പറയുന്നുണ്ട്. ഞാനിടുന്ന വീഡിയോയിൽ മിക്കതിലും പ്രോഡക്റ്റിന്റെ പേര് പറയുന്നില്ലെന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. അതിനാൽ ഞാനത് ഈ വീഡിയോയിൽ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടയർ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കാം. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാലും ഞാനൊരു ഫിനിഷിങ്ങിന് വേണ്ടി ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. എന്തായാലും ഓടിച്ചു വിടുകയാണ്. ഓക്കെ, ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് ഉണങ്ങാൻ ഇച്ചിരി താമസിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുത്തേക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് ഞാൻ പറഞ്ഞ ആ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം. കാരണം ടയറിന്റെ പുറത്തെ ഡസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെന്ന് ഇപ്പോഴും പറയുന്നു. ഇതൊരു ചൈന സാധനം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് നെയിം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. വില 280 രൂപ. 650 ml ഉണ്ട്. മെയ്ഡ് ഇൻ ചൈന. നമുക്കിത് ടയറിലേക്ക് അപ്ലൈ ചെയ്ത് ഇത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക. ശേഷം ഇത് ടയറിന്റെ പ്രതലത്തിലേക്ക് സ്പ്രേ ചെയ്യുക. ഇതുപോലെ അങ്ങനെ ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമുക്ക് ടൈം ലാപ്സ് നോക്കാം, അതായത് ഓടിച്ചു വിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ടയറിൻ്റെ പ്രതലത്തിലെ ചെളിയൊക്കെ പോയിട്ട് ടയർ നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ചെളിവെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഫലം പോയി ഇത് പോകുന്നതായിരിക്കും. അത് നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ വണ്ടി നല്ല കുട്ടപ്പനായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ടയർ ക്ലീൻ അല്ലെങ്കിൽ വല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പം ടയർ ക്ലീൻ ആക്കാനായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടയർ ഇതുപോലെ ക്ലീൻ ആവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ടയറും ഈ ഒരു ബാക്കിലത്തെ ടയറും നമ്മൾ ഡിഫറൻസ് നോക്കാം. കണ്ടോ, ഇതാണ് ഡിഫറൻസ്. നല്ല ചെളി പിടിച്ചിരുന്ന ടയറാണ്. അതായത് ഇതേ അവസ്ഥയിലായിരുന്നു ആ ടയർ ഇരുന്നത്. അത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എല്ലാ ദിവസവും കൃത്യം രാത്രി 9 മണിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും.